സഹൃദയരെ, കലാസ്നേഹികളെ, നാടക മത്സരം ആരംഭിക്കുന്നു. മുലയർത്തുമാറ്റപ്പെട്ട സഹോദരിയുടെ കണ്ണീരിനു പകരം ചോദിക്കാനിറങ്ങി രാമന്റെ ഒളിയമ്പെറ്റു വീണ രാവണനാണ് വിരൽ ചൂണ്ടി എനിക്കും നിങ്ങൾക്കും നേരെ നിൽക്കുന്നത്. തയ്യാറായി ഞാൻ ഇന്ന് തരാം. വേണ്ടിയല്ല, എന്നെ സ്നേഹിച്ചവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി. നിശബ്ദരാവാനാവില്ലെന്നും ശബ്ദമുയർത്തുക മാത്രമാണ് പ്രതിരോധമെന്നും ഓർമ്മപ്പെടുത്തൽ. മികച്ചതേതൊന്നു തിരഞ്ഞെടുക്കാൻ വിധികർത്താക്കളെ കുഴക്കുന്ന എല്ലാ സാങ്കേതിക തികവും നിറഞ്ഞ നാടക അവതരണങ്ങൾ. സമകാലിക സംഭവങ്ങൾ പോലും വേദിയിലെത്തിച്ച് ഉള്ളുപൊള്ളിക്കുന്ന നാടിന്റെ അകമാകുന്ന നാടകങ്ങൾ. തിങ്ങി നിറഞ്ഞ ടാഗോർ തിയേറ്ററിൽ കിട്ടിയ സീറ്റിൽ നിന്ന് എണീറ്റു പോയാൽ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ആഹാരം പോലും വേണ്ടെന്ന് വെച്ച നാടകപ്രേമികൾ. മലയാള നാടകത്തിലെ കുട്ടികളുടെ നാടകങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അവരാണ് സത്യത്തിൽ തിയേറ്ററെ കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. അതാണ് 20 നാടകവും കണ്ടിട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം നമ്മളിപ്പോൾ ഞാനൊരു 91 തൊട്ടിട്ട് നാടകവേദി സ്ഥിരമുള്ള ആളാണ്. സ്റ്റേറ്റ് നാടകവേദിയിൽ ഞങ്ങൾ മാത്രമല്ല, ഈ ഇരിക്കുന്ന മനുഷ്യന്മാരൊക്കെ മിക്കവാറും ഞങ്ങളെല്ലാവരും കൂട്ടിക്കെട്ടുന്ന ഒരു സംഭവം സംസ്ഥാന നാടകമാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ എല്ലാവർക്കും പരസ്പരം പരിചയം. നാടകം കാണാൻ വെറും നിലത്തിരിക്കാനോ ഇരിക്കാൻ ഇടമില്ലാത്തതിനാൽ മണിക്കൂറുകളോളം നിൽക്കാനോ മടിയില്ലാത്ത നിലവാരമുള്ള നാടക ആസ്വാദകരുടെ നിറഞ്ഞ മനസ്സോടുകൂടിയുള്ള കയ്യടികൾ. രാത്രി ഏറെ വൈകിയെങ്കിലും നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ടാഗോർ തിയേറ്ററിൽ നിന്ന് ഹയർ സെക്കൻഡറി നാടക മത്സരം കഴിഞ്ഞ് കാണികൾ വിടവാങ്ങുന്നത്. ഇനി ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ക്യാമറാമാൻ അഖിൽ ഷായ്ക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.